1,00,000 കോടി രൂപ നികുതി വരുമാനം ലഭിക്കുന്ന സംസ്ഥാനമായി വരും വർഷം കേരളം മാറുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കളഞ്ഞൂർ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കളഞ്ഞൂർ സ്കൂൾ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചതിലൂടെ നികുതി വർദ്ധിപ്പിക്കാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. മലയോര തീരദേശ ഹൈവേകൾ സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായവും സാധ്യമാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കൂടുതൽ വ്യവസായമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റോഡ്, ആശുപത്രി, സ്കൂൾ, സാമൂഹ്യനീതി പെൻഷൻ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കോന്നി മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. രാഷ്ട്രീയമായി ചിലപ്പോൾ എതിർക്കുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ കാര്യത്തിൽ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ. നാഷണൽ ഹൈവേയുടെ കാര്യത്തിലുള്ള വികസനം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. നാഷണൽ ഹൈവേ കാസർഗോഡ് നിന്ന് പാറശാല വരെ 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ അടുത്തൊരു വർഷം കഴിയുമ്പോൾ ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 മണിക്കൂർ കൊണ്ട്. മലയോര ഹൈവേയിലൂടെ വലിയ വികസന കുതിപ്പാണ് സാധ്യമാകുന്നതെന്ന് അധ്യക്ഷനായ അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. പറഞ്ഞു. BMBC നിലവാരത്തിലുള്ള റോഡുകൾ ഉൾപ്പെടെ കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായും എം.എൽ.എ. അറിയിച്ചു. വിവിധ മേഖലകളിലായി പൂർത്തീകരിച്ചിട്ടുള്ളതും തുടക്കം കുറിക്കുന്നതുമായ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർമ്മാണോദ്ഘാടനവുമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നിർവഹിച്ചത്. 3 കോടി രൂപ വിനിയോഗിച്ച് കളഞ്ഞൂർ മാർക്കറ്റിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, 4.84 കോടി രൂപ ചെലവഴിച്ച് ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഉദയ ജംഗ്ഷൻ മലനട റോഡ്, 2 കോടി രൂപയിൽ നിർമ്മിക്കുന്ന കളഞ്ഞൂർ സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക്, 50 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കളഞ്ഞൂർ സ്കൂൾ ആധുനിക സയൻസ് ലാബ്, കളഞ്ഞൂർ സർക്കാർ LP സ്കൂളിൽ 20 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന ക്ലാസ് മുറികൾ, 45 ലക്ഷം രൂപ വിനിയോഗിച്ച് പുനലൂർ മൂവാറ്റുപുഴ റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കളഞ്ഞൂർ സ്കൂൾ കാൽനട മേൽപ്പാലം, കളഞ്ഞൂർ സ്കൂൾ ബസ് കൈമാറ്റം, 25 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന മല്ലങ്കുഴ മൂഴി അമ്പോലിൽ പുതുവൽ റോഡ്, 30 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കൊല്ലൻമുക്ക് പറയൻകോട് മാമൂട് റോഡ്, 5.25 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന അർത്തനാൽപ്പടി ഇലവുംതാനംപടി റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും 45 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കീച്ചേരി പാലത്തിന്റെ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP മണിയമ്മ, പഞ്ചായത്ത് പ്രസിഡന്റ് TV പുഷ്പവല്ലി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ളവർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്യൂറോ, കോന്നി.